ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് പല പരീക്ഷകൾക്കും ട്രെയിൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഡിസ്റ്റൻസിൻ്റെ ഒക്കെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ടൈം ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻസാണ് നമുക്ക് ആവശ്യമായിട്ട് വരാറുള്ളത് സാധാരണ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ട്രെയിനെ ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ സെക്കൻഡ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. മീറ്റർ പെർ സെക്കൻഡ്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കിലോമീറ്ററിലാണ് തരുന്നത് നിങ്ങൾക്ക്. കിലോമീറ്റർ മീറ്റർ ആവും, പിന്നെ അതുപോലെ ടൈം മണിക്കൂറൊക്കെ ആണെങ്കിൽ സെക്കൻഡൊക്കെ ആവും. അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് രണ്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് ഡിസ്റ്റൻസ് നിങ്ങൾ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രണ്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്തേക്കുക? D1 + D2 ആക്കിയേക്കുക എപ്പോഴും. ഇപ്പോൾ രണ്ട് ഡിസ്റ്റൻസ്, ഒന്നാമത്തെ ഡിസ്റ്റൻസ് D1, രണ്ടാമത്തെ ഡിസ്റ്റൻസ് D2 ആണ്. നിങ്ങൾക്ക് രണ്ട് ഡിസ്റ്റൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? രണ്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് നിങ്ങൾ കൂട്ടിയേക്കാം. ഇനി ടൈം തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് ടൈം നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണാറ്. അപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യുക? രണ്ട് കൂട്ടുക. രണ്ട് ടൈമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ അത് രണ്ടും മൈനസ് ചെയ്തേക്കാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിലുള്ള വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ രണ്ട് ഡിസ്റ്റൻസാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഡിസ്റ്റൻസ് രണ്ട് കൂട്ടുകയായിരിക്കും ചെയ്യേണ്ടത്. രണ്ട് ടൈമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? അത് രണ്ടിനെ അങ്ങോട്ട് മൈനസ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്, S1 S2. അപ്പോൾ ഇത്ര ഓർക്കാം. ഞാൻ എന്തൊക്കെ പറഞ്ഞത്? രണ്ട് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. D1 + D2 എന്ന് എടുക്കുക. രണ്ട് ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ മൈനസ് ചെയ്തേക്കുക. T1 - T2. ഇത് നിങ്ങൾക്ക് രണ്ട് സ്പീഡാണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ട് കേസുണ്ട്. ഒരു കേസിൽ S1 + S2 എടുക്കുക. ഇതെപ്പോഴാണെന്നറിയോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പീഡല്ല, വെലോസിറ്റിയാണ്. ഞാൻ S1 S2 എന്ന് എഴുതിയിട്ടുണ്ട്, വെലോസിറ്റി. അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ രണ്ടും എന്ത് ചെയ്തേക്കാം? ആഡ് ചെയ്തേക്കാം. ഇനി രണ്ടും S1 - S2 എന്ന് എടുക്കുന്നത് എപ്പോഴാണ്? സെയിം. നിങ്ങൾക്ക് ഒരേ ഡയറക്ഷനിലേക്ക് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ S1 - S2 എടുത്തേക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ S1 + S2 എന്ന് എടുത്തേക്കാം. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ സെക്കൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഡിസ്റ്റൻസ് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്തേക്കാം? ചുമ്മാ അങ്ങ് ആഡ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് ഡിസ്റ്റൻസിനെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസാണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ടും ആഡ് ചെയ്യുക. ടൈമാണ് നിങ്ങൾക്ക് രണ്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മൈനസ് ചെയ്തേക്കുക. സ്പീഡാണ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ സെയിം ഡയറക്ഷനാണ്, ഇങ്ങനെ സെയിം ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്തേക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ കൂട്ടിയേക്കുക. നിങ്ങൾ ഓർത്താൽ മതി, നമ്മൾ രണ്ട് ബസ്സിലിങ്ങനെ ഒരേ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സ്പീഡ് കുറവായി, നമുക്ക് അടുത്തിരിക്കുന്ന ആളെങ്ങനെ കണ്ടാലും സ്പീഡ് കുറവായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ രണ്ട് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്പീഡ് കൂടുതലായിട്ടായിരിക്കും തോന്നുന്നത്. അത് നിങ്ങൾക്ക് അറിയാം അതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ട് ഡിസ്റ്റൻസ് തന്നാൽ എന്ത് ചെയ്യുക? രണ്ടും ആഡ് ചെയ്തേക്കുക. രണ്ട് ടൈം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് മൈനസ് ചെയ്തേക്കുക. രണ്ട് സ്പീഡാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. രണ്ട് സ്പീഡ്, രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ രണ്ടും കൂട്ടി വയ്ക്കുക. രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ സ്പീഡുകൾ തമ്മിൽ മൈനസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളാണ് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസാണ്. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. ഇപ്പോൾ ഇതൊന്നോടൊന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ട് സ്പീഡാണ് തന്നിരിക്കുന്നതെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്തേക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടിയേക്കുക. രണ്ട് ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും കുറയ്ക്കുക. രണ്ട് ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും കൂട്ടുക. അപ്പോൾ അത്ര ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത് എന്താണ്? ഇനി അടുത്തത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. മറന്നു പോയത്, ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നിങ്ങൾക്ക് അടുത്ത എന്ത് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും? ഇപ്പോൾ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം ഇത്ര ഇക്വേഷൻ ഓർത്തിരിക്കാം. ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്നു പറഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ നിങ്ങൾക്കൊരു സാധനം തരും. കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. സിമ്പിളാണ്. നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവറിലാണ് തരുന്നതെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ x km/h ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ എക്സ് ഇൻറ്റു 5/18 ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സിമ്പിൾ പരിപാടിയാണ്. എന്ത് ചെയ്താൽ മതി, ആ സാധനത്തിനെ ഇൻറ്റു 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എത്ര km/h ആണോ അതിനെ എന്ത് ചെയ്യുക, 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. എന്താ ചെയ്തത്, നമുക്ക് തന്നിരിക്കുന്ന km/hനെ 5/18 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അത് മീറ്റർ പെർ സെക്കൻഡിലേക്കാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിവിടെ ഒരു km/h ഞാൻ എഴുതുകയാണ്, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എഴുതുവാണ്. അപ്പോൾ എൻ്റെ 15 km/h ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, 15 ഇൻറ്റു 18 km/h ആണ്. അപ്പോൾ 18 ഇൻറ്റു 5/18 രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, 5 മീറ്റർ പെർ സെക്കൻഡ്. മറന്നു പോരുത്. അപ്പോൾ 18 km/h ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അത് എത്രയായിരിക്കും, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 18ൻ്റെ ഇരട്ടി എത്രയാണ്, 36 km/h ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അത് എത്രയാവും, അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മനസ്സിലായോ? അതായത് 18ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഞാൻ എഴുതുന്നത്. ഇനി 54 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡ് അല്ല, km/h. 54 km/h ആണെങ്കിൽ അത് എത്രയാവും, 15 മീറ്റർ പെർ സെക്കൻഡ് ആവും. കാരണം 18ൻ്റെ 3 ടൈംസ് ആണ് 54. ഇനി 72 km/h ആണെങ്കിൽ എത്രയായിരിക്കും, അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി 72 90 km/h ആണെങ്കിൽ അത് 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓർക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന km/hനെ 5/18 വെച്ചിട്ട്, അല്ലെങ്കിൽ 5/18 വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ ഇത്ര നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്താ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു 300 മീറ്റർ നീളമുള്ള ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ഒരാളിവിടെ നിൽക്കുകയാണ്, ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കുന്നത്, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, അല്ലെങ്കിൽ വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം നമുക്ക് എത്രയാണ് ഇവിടെ, 54 കിലോമീറ്റർ അല്ലേ. 54 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു, 54 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 54 ഇൻറ്റു 5/18. 5/18 ചെയ്യുമ്പോൾ എത്ര വരും, 18 3 54 അല്ലേ. അപ്പോൾ 5 3 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഡിസ്റ്റൻസ് എത്രയാണ്, 300/15. 300/15 എത്രയാണ്, 20 അല്ലേ. 20 സെക്കൻഡ്. കണ്ട, 20 സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ലേ, ബേസിക് ആയിട്ടുള്ള സെക്കൻഡിലേക്കായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മുടെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്, 300. നമ്മുടെ സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്, 54 km/h ആണ്. 54 km/h നമ്മൾ എന്താക്കി മാറ്റി, മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറ്റി. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ടൈം ഈസ് ഈക്വൽ ടു D/S അല്ലേ, D/S. അപ്പോൾ ഡി എത്രയാണ് നമുക്കിവിടെ, 200. 72 എന്ന് പറയാൻ നേരത്ത് 72 ഇൻറ്റു 5/18. 18 4 അല്ലേ 72, 18 4 72. അപ്പോൾ 5 4 20 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ വേഗത. ഇവിടെ 20 നിട്ടു, 20ഉം ഒരു 20 പെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്, 10 അല്ലേ. 10 സെക്കൻഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, 10 സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 20 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്, 100. നമുക്കിവിടെ മീറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അല്ലേ, മീറ്ററിൽ തന്നെയല്ലേ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ 20 എന്ന് എഴുതിയാൽ മതി. 100/20 എത്രയത്, 5 അല്ലേ. 5 സെക്കൻഡ്. അതാ ഓപ്ഷൻ സി. അപ്പോൾ ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണം? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. നിങ്ങൾ 2 ഡിസ്റ്റൻസ് കണ്ടാൽ അപ്പം എന്ത് ചെയ്തേക്കാനാണ് പറഞ്ഞേക്കുന്നത്, 2 ഡിസ്റ്റൻസ് D1ഉം D2 നിങ്ങൾക്ക് കണ്ടാൽ അപ്പം തന്നെ എന്ത് ചെയ്തേക്കണം, D1 + D2 ചെയ്തേക്കാം. ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും പ്ലസ് ട്രെയിനിൻ്റെ നീളവും കടക്കണമല്ലോ.
അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് രണ്ടെണ്ണം തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടോടെ കൂട്ടി. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 250 + 150. നിങ്ങൾ അങ്ങനെ വലിയ കഥയൊന്നും ഓർക്കണ്ട, രണ്ട് ഡിസ്റ്റൻസ് കണ്ടാൽ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനിൽ അങ്ങ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് എത്ര കിട്ടി? 250 + 150 400 കിട്ടി. ഇനി നമുക്ക് എത്ര തന്നിരിക്കുന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു 90 അല്ലേ? 90 × 5/80 എത്ര വരും? 18 5 90. അപ്പോൾ 5 × 5 25 m/s ആണ്. അപ്പോൾ നമ്മുടെ ടൈം ഈസ് ഈക്വൽ ടു D/S അല്ലേ? D/S. D എത്രയാണ്? 400/25. 25 8 അല്ലേ? 400 അല്ല 25 എത്ര വരും? 25 5 5 25 അല്ലേ? 5 25 80 16 5 16. അപ്പോൾ എത്ര കിട്ടി? 16 സെക്കൻഡ്. ഓക്കെ, 16 സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായി? അപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പം തന്നെ എന്ത് ചെയ്തേക്കാം? അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മണിക്കൂറിൽ 72 ഇതല്ല നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് 50 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? എത്ര സ്പീഡ് ട്രെയിനിൻ്റെ ഇത് എത്ര നമുക്ക് ദൂരങ്ങൾ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു D1 + D2 അല്ലേ? അപ്പോൾ 250 + 50 എത്രയാണ്? 300. ഓക്കെ, 300 മീറ്റർ ഡിസ്റ്റൻസ് കിട്ടി. ഇനി സ്പീഡ് എത്രയാണ്? 60. അപ്പോൾ 60 × 5/18 അല്ലേ? 60 × 5/18. ഇനി 60 × 5/18 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്പീഡ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ടൈം അല്ലേ? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കിവിടെ കിട്ടിയ? 300/60 × 5/18. അപ്പോൾ 18 മേലിട്ട് പോയി അല്ലേ? അപ്പോൾ 300 × 18/60 × 5 60 × 5. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 65 ആണ് 300. 5 5 വെട്ടിയിട്ട് 18 എന്ന് കിട്ടും. 18 സെക്കൻഡ്. ഓക്കെ, 18 സെക്കൻഡാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വേറെ ടൈപ്പാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ട്രെയിനിന് അതേ ദിശയിൽ 6 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം. അപ്പോൾ നിങ്ങൾ രണ്ട് വേഗത തന്നിട്ടുണ്ട് നമുക്കിവിടെ അല്ലേ? നമുക്ക് രണ്ട് സമയം വേഗത തന്നിട്ടുണ്ട്, S1 ആൻഡ് S2. ഞാൻ S1 ആൻഡ് S2 രണ്ട് സ്പീഡ് തന്നാൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? സെയിം ദിശയാണെങ്കിൽ, ഇത് സെയിം അല്ലേ? സെയിം ദിശയാണെങ്കിൽ എന്ത് ചെയ്യണം? S1 - S2 എടുത്തേക്കാം. അപ്പോൾ എത്ര കിട്ടും? 60 - 6. അപ്പോൾ എത്ര കിട്ടി? 54. മനസ്സിലായോ? അപ്പോൾ സെയിം ദിശയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം? മൈനസ് ചെയ്തേക്കാം. ഓപ്പോസിറ്റ് ദിശയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തേക്കാം. അപ്പോൾ 54 കിട്ടി. 54 km/h ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 54 km/h എന്ന് പറയുമ്പോൾ 54 × 5/18 അല്ലേ? 54 × 5/18 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 അല്ലേ? 15 m/s. അപ്പോൾ 15 m/s ആണ് നമ്മുടെ ഇപ്പോഴത്തെ എഫക്റ്റീവായിട്ടുള്ള വേഗത. മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻറ്റ് വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ, ഡിഫറൻറ്റ് സ്പീഡ് തന്നാൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 54 കിട്ടി. 54 നമ്മൾ m/s ആക്കി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 150 അല്ലേ? സ്പീഡ് ഇപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ? 15. 15 150 കട്ട് ചെയ്താൽ 10 സെക്കൻഡ്. 10 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ട്രെയിനിന് അതേ ദിശയിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സ്പീഡുണ്ട്, S1 ഉം S2 ഉം അല്ലേ? അപ്പോൾ രണ്ട് സ്പീഡ് വന്നാൽ S ഈസ് ഈക്വൽ ടു ഇതെന്താണ്? അതേ ദിശയിലാണ്, അതേ ദിശ. സെയിം ദിശ വന്നാൽ S1 - S2 സെയിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 - 10 എത്ര കിട്ടി? 90 കിട്ടി. 90 km/h. ഇനി ഇതിനെ m/s ആക്കാനായിട്ട് 90 × 5/18. ഇപ്പോൾ 18 5 90 അല്ലേ? 15 90 25 m/s എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് വേഗത കിട്ടി. സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ നമുക്ക് എന്നാ കിട്ടി? ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? ഡിസ്റ്റൻസ് 300 മീറ്റർ അല്ലേ? 300/25 നോക്കാം നമുക്ക്. 25 5 25 60 12 അല്ലേ? 12 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്തത്, മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ട്രെയിനിന് അതേ ദിശയിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം സെയിം തന്നെ അല്ലേ? ഇനി ഇതിൽ അതേ ദിശ വേണ്ട, നിങ്ങളിവിടെ ഇതെന്തിട്ടാൽ മതി? അതേ ദിശ മാറ്റിയിട്ട് എതിർദിശയാക്കുക. എതിർദിശ. ഓക്കെ, എതിർദിശ നമുക്കങ്ങനെ മാറ്റി ചെയ്യാം. അല്ല അതേ ദിശ തന്നെയല്ല നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ 2 സ്പീഡുണ്ട്, S1 + S2 ആണ്. നമ്മളിവിടെ ഓപ്പോസിറ്റ് എന്നാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓപ്പോസിറ്റായിട്ട് ചെയ്യാണ്. അപ്പോൾ 80 + 10 90 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് അതേ ദിശ എന്നുള്ള മാറ്റി നിങ്ങൾ എതിർദിശയാക്കുക. അപ്പോൾ 90 km/h ആണ്. അപ്പോൾ 90 km/h എന്ന് പറഞ്ഞാൽ 90 × 5/18 എത്രയാണ്? നമുക്കത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 500 500/25 അല്ലേ? അപ്പോൾ എത്രയാണ്? 20 അല്ലേ? 20. ഓപ്ഷൻ എ 20 സെക്കൻഡ്. ഓക്കെ, 20 സെക്കൻഡ്. മനസ്സിലായോ? നമ്മളത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. അതെ, ഇതും എതിർദിശയാക്കിയേക്കാം. 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ എത്ര മീറ്റർ നീളമുണ്ട്? 300 മീറ്ററുള്ള ഒരു ട്രെയിനിന് എതിർദിശയിൽ 4 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം സെയിം തന്നെ. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? 2 സ്പീഡുണ്ട്. അപ്പോൾ S1 + S2. എന്തുകൊണ്ടത് ഓപ്പോസിറ്റ്? ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോണം. ഓപ്പോസിറ്റ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്, അതേ ദിശയല്ല, എതിർദിശയാണ്. അപ്പോൾ S1 + S2 ആണ്. 50 + 4 54. 54 എന്ന് പറഞ്ഞാൽ എത്രയത്? 54 × 5/18 എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം ചെയ്തല്ലേ? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 300/15 അല്ലേ? അപ്പോൾ എത്ര വരും? 20 സെക്കൻഡ് അല്ലേ? 20 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് അല്ലേ? 15 20 ആണ് 300. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വേറെ ടൈപ്പാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. നമുക്ക് അടുത്ത പാർട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.